ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ണിക്കണ്ണൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് കരുതി. നമ്മുടെ നൈബേഴ്സും ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സും പിന്നെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ വിളിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും കട്ടൻ ചായയും ചട്ടിനിയും കൂടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി, പക്ഷെ ഫുള്ള് എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ മോനെ ശ്രദ്ധിക്കലും ഒക്കെ ആയിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഇവരാണ് ഉണ്ടാക്കിയത്, പക്ഷെ നമ്മൾ എല്ലേലും ഒന്ന് മുന്നിട്ട് നിൽക്കണമല്ലോ. ഇത് നമ്മുടെ തറവാടിൻ്റെ അടുത്തുള്ള ആളാണ്, കാക്കയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവരെന്നെ കളിയാക്കുകയാണ്. പിന്നെ ചെറിയച്ചന്മാരും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. മിഥുനേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ 7 മണിക്കാണ് നമ്മൾ ഇവിടെ ഒരു പാർട്ടി വെച്ചത്. അപ്പോൾ എല്ലാവരും 7 മണിയാകുമ്പോഴേക്കും എത്തും. അപ്പോൾ നമ്മൾ 4 മണിയാകുമ്പോഴേക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നെയ്ച്ചോറും കടായിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട്, ഇവിടെ മസാല അവർ ഒരു അടുപ്പിൽ മസാലയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല സാമ്പാറും ചോറും പിന്നെ കാബേജിൻ്റെ ഉപ്പേരി, പപ്പടം, അച്ചാർ, പാർട്സ് കറിയും കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ അവൻ്റെ നാളിന് ഇവിടെ ആർക്കും നോൺ വെജ് ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ല. അതാണ് അവൻ്റെ ഡേറ്റിന് നമ്മൾ ആഘോഷിച്ചത്. പിന്നെ കണ്ണനും ചോറ് കൊടുത്ത് കുറച്ച് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു നമ്മൾ. പിന്നെ വൈകിട്ട് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് കരുതിയിരുന്നു, പക്ഷെ ഒരു ടൈമും ഇല്ലായിരുന്നു. 7 മണിയായപ്പോഴേക്ക് 7 മണിക്ക് തന്നെ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ എൻ്റെ കസിൻസും കുറേ കുട്ടികളുള്ളതുകൊണ്ട് വേഗം ഇത്രയും ഒപ്പിക്കാൻ കഴിഞ്ഞിട്ട്. പക്ഷെ നല്ലൊരു പരിപാടിയായിരുന്നു. ഇങ്ങനെയൊന്നും ആയി തീരുമെന്ന് ഞാൻ കരുതിയിട്ട് തന്നെ അല്ല, പക്ഷെ അവർ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ കേക്കൊക്കെ എത്തി. അങ്ങനെ ആനയെ ഭയങ്കര കേക്കിൽ ആനയുടെ ഒരു പിക്ചറൊക്കെ സെറ്റ് ചെയ്തിരുന്നു. കേക്കിൻ്റെ ഡിസൈനൊക്കെ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് കണ്ടത്. ഇതിനെ കണ്ടാണ് കേക്കൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നത്. അവനെല്ലാവരെയും കണ്ടിട്ട് ഒരു ഞെട്ടിയിരിക്കലാണ് കേട്ടോ. അവന് നിച്ചം വെച്ച പ്രായം തൊട്ട് നിച്ചം വെച്ച ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവൻ ഇങ്ങനെ എല്ലാവരും അതും അവനെ എന്തോ ഒരു ഇതിലായിരുന്നു അവന്. പക്ഷെ അവനെ അടങ്ങിയിരുന്നു. ഈ ബർത്ത്ഡേൻ്റെ മുന്നേ അവന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കോളൊക്കെ ചെയ്ത് നമ്മൾ ടി വിയിലും ഫ്രണ്ട്സിൻ്റെ പരിപാടിക്കൊക്കെ പോകുന്നതാണ്. അപ്പം എൻ്റെ ഇതിൽ ആദ്യമായിട്ടാണ് അങ്ങനെ. ഒന്നാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും കേക്ക് കൊടുത്ത് കുഞ്ഞിൻ്റെ വയറും ഫുള്ളായിരുന്നു. അതിന് പിന്നെ കേക്ക് ആയതുകൊണ്ട് മധുരം പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അവൻ തന്നെ ഒറ്റയ്ക്കൊക്കെ തോണ്ടി തിന്നിരുന്നു. ഞങ്ങൾ പിന്നെ ബ്ലൂ വൈറ്റ് ബലൂണും ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലൂ ആണ് ചെയ്തത്. പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടൊക്കെ നന്നായി. പിന്നെ ഏട്ടന്മാരൊക്കെ അവന് കേക്ക് കൊടുത്തു. കുറേ ആൾക്കാർ കേക്ക് കൊടുത്തതൊക്കെ ഉണ്ട്, പക്ഷേ ഇതില്ലതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ അമ്മയുടെ വക ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു, 2 കേക്ക് ഉണ്ടായിരുന്നു. കേക്കൊക്കെ എത്രയോ ബാക്കിയായിരുന്നു. കേക്ക് ആയതുകൊണ്ട് അവന് വല്ലാത്ത വായ കാണിക്കുക, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും തിന്നൂല കേട്ടോ. പിന്നെ മധുരം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണല്ലോ. പക്ഷെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ അടങ്ങിയിരുന്നു കേട്ടോ മോന്. ഞാൻ കാണാതെ അതിൻ്റെ ഇടയിൽ മറ്റേ കേക്കും ആൾ ചെറുതായിട്ട് അകത്താക്കി. പിന്നെ അതും ഞങ്ങൾ ചെറിയൊരു കഷ്ണം മുറിച്ച് കൊടുത്തു. അല്ലാതെ കൊടുക്കുന്നില്ല, കാരണം മറ്റേതെന്ന് തന്നെ കുറേ എല്ലാവരും കൊടുത്തിട്ട് അവൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ മധുരമല്ലേ, തോനെയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ രാത്രി ഫുഡിന് ഇത് പുഡിങ്ങാണ്, 2 ടൈപ്പ് പുഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഇതൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ എല്ലാവരും വന്ന തിരക്കിൽ ഞാൻ മറന്നുപോയി കേട്ടോ. നെയ്ച്ചോറും കടായിയും ഐസ്ക്രീമൊക്കെ ആയിരുന്നു. എന്തായാലും നല്ലോണം അടിച്ചു പൊളിച്ചു.